ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടോ. ഞാൻ ഓട്ടോയിലാണ് ഇങ്ങട് പോകുന്നത്. തിരുപ്പാട് വന്നിറങ്ങിയിട്ട് അങ്ങനെ ഓട്ടോ എടുത്തുകാണ്ട് പോന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ കുളി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദാ അടുക്കളയ്ക്ക് കയറി. ഇന്ന് നൂൽപുട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചാണ്ട് പൊടിയിൽ വെള്ളം പാർന്ന് വെച്ചു. എന്നിട്ട് ദാ പൊടി കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. അപ്പൊ പിന്നെ കറി വെക്കണ്ടല്ലോ എന്ന് കരുതി. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പത്തിന് 4:45 ആയിക്കണു ഇവിടെ എത്തിയപ്പത്തിന്. ഞാൻ വീട്ടിൽ എത്തിയപ്പത്തിന് ആശി മക്കളായിട്ട് മദ്രസക്ക് പോയിരുന്നു. ആശി അങ്ങനെ പള്ളിയിൽ പോവാണ് പറഞ്ഞുകൊണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആശിനെ വിളിച്ചില്ല. ഞാൻ തിരുവാട വന്നിറങ്ങി അങ്ങനെ ഓട്ടോ എടുത്ത് പോരി. പിന്നെ ഇതാ അങ്ങനെ നൂൽപുട്ടൊക്കെ തീമ വെച്ചു. നൂൽപുട്ട് തീമ വെക്കുമ്പോൾ എൻ്റെ തല ചെരിഞ്ഞിട്ട് എന്താണല്ലേ, തല ചെരിഞ്ഞിങ്ങനെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഒരാളെ കണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ ഒരാളുണ്ട് ഇന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഞങ്ങൾ ടുട്ട് വന്നിട്ടുണ്ട് അവിടെ. അങ്ങനെ ദാ നൂൽപുട്ട് തീമ വെച്ചാണ്ട് ഞാൻ രണ്ട് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴത്തിന് മാവ് കൂട്ടി വെച്ചാണ്ട് ഞാൻ പഴം പൊരിക്കാലോ വിചാരിച്ചു. വേറെ സമൂസ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല. സമൂസ ഒക്കെ ഉണ്ടാക്കിയാലേ മക്കൾക്ക് പറ്റുള്ളൂ. അപ്പം അതിനുള്ള ടൈമില്ല. അപ്പോൾ പിന്നെ പഴം പൊരിക്കാൻ വേണ്ടി വെച്ചു. അപ്പൊ ഇതിന് ആശി ജ്യൂസ് അടിക്കാൻ ഇളനീം കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ ജ്യൂസ് അടിച്ചാണ്ട് ഫ്രിഡ്ജിൽ വെക്കാലോ വിചാരിച്ചാണ്ട് അങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്നു. ആശി അതവിടെ കൊണ്ടുവന്നാണ്ട് മക്കളെ കൊണ്ടുവരാൻ പോയി. ഞാൻ ജ്യൂസ് അടിക്കാണ്. അതിന്റെ ഇടയിൽ എൻസമോൾ വന്നിരുന്നു. എൻസമോ ഇത്രാക്കു ബൂട്ടിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി അതൊക്കെ വന്നിരുന്നു. പിന്നെ അതാ വത്തക്ക ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ട് നിൽക്കാണ്. ജ്യൂസ് അടിക്കൽ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാനൊരു ജ്യൂസ് മാത്രം മതി എന്ന് വിചാരിച്ചിരുന്നു. ഞങ്ങൾ ഒറ്റക്കാണെങ്കിൽ ആ ജ്യൂസ് മതി. പിന്നെ അതിന്റെ ഇടയിൽ ഉമ്മ വന്നിരുന്നു. അപ്പൊ ഉമ്മനോട് ആ നോമ്പ് പറഞ്ഞിട്ട് പോവാറുണ്ട്. അപ്പം ഞാൻ വത്തക്ക ഇതൊക്കെ കട്ട് ചെയ്യലിട്ട് ഞാൻ ലൈം അടിച്ചു. ഉമ്മാക്ക് ചിലപ്പോൾ ഇളനീ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചാണ്ട് പിന്നെ കുറച്ച് ലൈം അടിച്ചാണ്ട് വെച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശമുള്ള ടൈം ആയിക്കൊണ്ട് കണ്ടോ. ഇന്ന് ഞങ്ങൾക്ക് നോമ്പറക്കാൻ നല്ല സന്തോഷമുള്ള ദിവസമാണ്. എല്ലാവരും ഉണ്ട്. ഉമ്മ ഉണ്ട്, പിന്നെ ജിയമോളുണ്ട്, എൻസമോളുണ്ട്. എല്ലാവരും പാടെ കൂടി ഞങ്ങൾ ഇന്ന് 13ാമത്തെ നോമ്പറന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ, അസ്സലാമലൈക്കും.